ഹലോ, ഇന്ന് നമ്മൾ ഉന്നക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ട് പഴം നമുക്ക് തോലും അതിൻ്റെ നാരൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഞാനിങ്ങനെയാണ് ഉടയ്ക്കുന്നത്. അപ്പോൾ ചൂടോടെ ഉടയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ പെട്ടെന്ന് ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ട് ചൂടോടെ ഉടയ്ക്കാൻ നോക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയാമല്ലോ ഉന്നക്കായ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നന്നായിട്ട് ആ നെയ്യിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഞാൻ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉടച്ച് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ തേങ്ങ ഒന്ന് നടുവിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ച ഉന്നക്കായ നമുക്ക് ഇതിലിങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.